ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നബിദിനവും ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ഡേ അങ്ങനെയാണല്ലേ, പിന്നെ പരിപാടികളും ഒക്കെ പാടെ കൂടിയിട്ട് ഒരു ഭയങ്കര രസമായിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും. എല്ലാവരും അപ്പോൾ ഒത്തുകൂടുന്ന ഒരു ടൈം തന്നെയായിരിക്കും അല്ലേ. ഇത് ഞങ്ങളുടെ നാട് തൃശ്ശൂരിൽ ചെളിങ്ങാട്, ഞങ്ങൾ ചെറുക്കപ്പള്ളിയിലാണ്, തൊട്ടപ്പുറത്ത് തന്നെയാണ് ചെളിങ്ങാട്. അപ്പോൾ അവിടെ ഉള്ള ആഘോഷമാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ എല്ലാ കൊല്ലവും ഞാൻ ജനിച്ച അന്ന് മുതൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ കൊല്ലവും ഇതാണ് കേട്ടോ സംഭവം. ഇങ്ങനെ ചുറ്റും കെട്ടി ഓരോ പല മോഡൽസിൽ ഓരോ നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല രീതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഭംഗിയാക്കി തരും കേട്ടോ അവർ. പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അവിടുത്തെ പള്ളീനെ ഭംഗിയാക്കിയ ഒരു അടിപൊളി വീഡിയോ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ കാണണേ. പിന്നെ ഇതിൻ്റെ തുള്ളിയും കൂടി ഉണ്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ തന്നെ ഞാൻ ഷോർട്ടായിട്ട് കൂടി അതൊന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ടൈം ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ നബിദിനത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെ ബൾബൊക്കെ ഇട്ടിട്ട് കണ്ടോ, ഓരോ ഷേപ്പിൽ, അതും നല്ല രസത്തിൽ നൂഡിൽസ് ഇരിക്കണ മാതിരി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അതേമാതിരി ആണ് റെഡി ആക്കൽ കേട്ടോ. ഞങ്ങളുടെ ചെറുക്കപ്പള്ളിയിലും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ച് വെറൈറ്റി ആണ്, നല്ല അടിപൊളിയായിട്ടായിരിക്കും വെക്കൽ കേട്ടോ. പിന്നെ ഇത് നബിദിനത്തിൻ്റെ തലേ ദിവസം ആണ് ഇങ്ങനെ എല്ലാവരും നല്ല തിരക്കേക്കാരം. ഇതിപ്പോൾ കുറേ ആൾക്കാർ എനിക്കൊന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 മണി ആയാലും 2 മണി ആയാലും ഒന്നും തിരക്കൊന്നും ഒഴിവുണ്ടാവില്ല. എല്ലാ ആൾക്കാരും എല്ലാവരും വന്നിങ്ങനെ കാണലും ഒക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ് കാണാൻ. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ തിരക്ക് കൂടി. ഇത്രയും തിരക്കുണ്ടായില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരക്ക് കൂടും കേട്ടോ. ഒരു ഭാഗത്തുമ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് തിരക്ക് കൂടും. നല്ല രസമാണ്. നമുക്കതിങ്ങനെ ചിലർ വണ്ടിയിൽ പോകും, ചിലർ നടന്ന് പോകും. ഒരു വെറൈറ്റി മൊമെൻറ്റ്സ് ആണ് കേട്ടോ. നബിദിനത്തിൻ്റെ തലേ ദിവസമാണ് ഇവർ ഇതേമാതിരി ആക്കിയിട്ട് പിന്നീട് ലൈറ്റ് കത്തിക്കുക നൈറ്റാണ്. നൈറ്റ് എല്ലാവരും വന്നിട്ട് ഓരോന്നിങ്ങനെ കണ്ടിട്ട് പോവലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ 3ലോ 2ലോ അങ്ങനെ 4, 5 കൊറോണ ആയതുകൊണ്ട് അത്രയ്ക്കൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. എങ്കിലും ആഘോഷിച്ചിരുന്നു കേട്ടോ. പക്ഷേ 2ലാ തോന്നുന്നുണ്ട്, 3ലേക്കാരം. അപ്പം 3ൽ പഠിക്കുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ ഫാമിലിൻ്റെ ഒപ്പം നടന്ന് പോവും. എൻ്റെ വാപ്പാൻ്റെ വീട്ടുകാരുടെ ഒപ്പം നടന്ന് അങ്ങനെ പോകും കേട്ടോ. ഒരു ഭാഗത്തെത്തുമ്പോൾ അത് സ്റ്റോപ്പാവും. ആൻഡ് പിന്നീട് ഇത് തിരിച്ച് ഇതന്നെ നമ്മളത് കണ്ടുവരും. അല്ല, ഇതിന് തൊട്ടപ്പുറത്ത് വേറെയും ഉണ്ടാവും കേട്ടോ. അത് ഓരോന്നും ഓരോ രീതിക്കാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലോങ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ ഇനി വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക കേട്ടോ. നിങ്ങൾ അതിന് കണ്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടിട്ട് എന്താ ഇഷ്ടപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ ടൈമില്ല കേട്ടോ, കാണാൻ ടൈമില്ല കേട്ടോ എന്നെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊക്കെ മതി. കണ്ടോ, കമൻസും ലൈക്സൊക്കെ കുറവാണ്, പക്ഷേ ഷോർട്സിന് വ്യൂസ് ഒരു ലോഡുണ്ട് കേട്ടോ. പക്ഷേ ലൈക്സ് ഒന്നും അത്രയ്ക്കില്ല. വ്യൂസ് ഇങ്ങനെ കണ്ടു പോവല്ല, അതൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം. ഞങ്ങളിടുന്ന വീഡിയോസിൽ എനിക്കത് പറയാൻ പറ്റുന്ന ഒരു ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗായ്സ്. നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നത് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണ്, അടിപൊളിയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ഇടുക. സോ എത്ര സപ്പോർട്ട്സ് ഉണ്ട് നമുക്കൊന്ന് നോക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. ഒരു ഹാപ്പിയസ്റ്റ് വാർത്ത പറയാനുണ്ട്. നല്ല സന്തോഷം തോന്നിക്കുന്നൊരു വാർത്തയാണ്. ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു ഗായ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1000 സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ കേക്ക് മേടിച്ചിട്ട് അത് മുറിക്കുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പെട്ടെന്ന് മുറിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് 1000 സബ്സ്ക്രൈബ് ആവാൻ ഇനി കുറച്ച് മതി കേട്ടോ. പിന്നെ എന്താ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വർത്താനം, വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് എന്താ നബിദിനാഘോഷങ്ങൾ? ഇതേമാതിരിയാണോ അതോ ഇങ്ങനത്തെ രീതിക്കാണോ എന്നൊക്കെ ഒന്ന് പറയാൻ കേട്ടോ. പിന്നെ എനിക്ക് ഞാൻ പോയ ഒരു അവസരം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അവിടെ ഇങ്ങനെ പോത്തിന് അറുക്കുന്നൊരു കട ഉണ്ടായിരുന്നു ഈ ഒരു ഇതിൻ്റെ ഇടയിൽ. സോ അവിടെ ചെന്ന ടൈമിൽ
സത്യത്തിൽ ഞാൻ ശരിക്കും കേട്ടോ. അതിങ്ങനെ പുറത്തൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്ഥലമായിരുന്നു. എന്താ അതിൽ പോത്തിൻ്റെ തല പൊറിച്ചിട്ട് അത് അങ്ങനെ തന്നെ അവിടെ വെച്ചേക്കണം. ഒരുമാതിരി വിയേർഡായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ആ ഒരു കാര്യം. പക്ഷേ എന്താ അവിടുത്തെ പള്ളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും മറക്കാണ്ട് അത് കാണാം. ഇനി നിങ്ങൾക്ക് അത് കാണാൻ നേരമില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളിയും, ഞാൻ ഷോർട്ടായിട്ട് അത് ഇട്ടുതരാം കേട്ടോ. അത് മാത്രം അങ്ങനെ ഷോർട്ടായിട്ട് ഇട്ടുതരാം. നല്ല തിരക്കുള്ള ടൈം, ചില സമയത്തൊക്കെ ഒരു മനുഷ്യന് സൂചി മുകളിൽ ഇട്ടാൽ പോലും നിലത്തേക്ക് വീഴില്ല, അത്രയ്ക്കും തിരക്കേക്കാരം. വണ്ടികളും നടക്കുന്ന ആൾക്കാരും അതേമാതിരി എല്ലാതും പാടെ കൂടിയിട്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ബന്ധു എന്ന് വേണമെങ്കിൽ പറയാം. അവർ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ്. ഞങ്ങളുടെ നാട് ചിറക്കപ്പള്ളി, തൊട്ടിപ്പുറത്താണ് ചളിങ്ങാട്. സോ ചളിങ്ങാട്ടത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിറക്കപ്പള്ളി ഇവിടെ നിന്നൊക്കെ ചിറക്കപ്പള്ളിയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യും എല്ലാവരും, ഒന്ന് വേഗം പോയി ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്രയും നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് എന്താ തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കയ്പമംഗലം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഇത്രയും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ അറിയിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഡിസൈനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ കണ്ട് നിന്ന് പോകുമ്പോൾ ലൈറ്റ്സൊക്കെ നല്ല രസമുണ്ട് അല്ലേ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ബൈക്കിലൊക്കെ പോയി കാണണം, അല്ലെങ്കിൽ നടന്ന് പോകണം, അതാണ് കുറച്ചും കൂടി നല്ല രസം. അപ്പോൾ അതാ അവിടുത്തെ പള്ളിയുടെ വീഡിയോ ഇപ്പോൾ വരും കേട്ടോ, നിങ്ങൾ കാണുന്നുള്ളൂ. പള്ളിയുടെ വീഡിയോ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അതാണ് പള്ളിയുടെ ആ ഒരു വീഡിയോ. ഞാൻ കുറേ നേരം ഇരുന്ന് കണ്ടുക്കുന്നത്. അപ്പോൾ ഇതാ വന്നു ഗായ്സ്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. സോറി ഗായ്സ്. എന്താ ഇതെന്താ എഴുതിക്കണേ, എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അത് നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. എഴുതി വെച്ചത് കൊള്ളാം. ഇപ്പോഴും അവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അവളുടെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴാണ് വരുന്നത് വീഡിയോ, സോറി തെറ്റിപ്പോയി. ഇതാണ് കേട്ടോ വീഡിയോ. കാണാം. ബൈ.